ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് ഈ 40 കഴിഞ്ഞ സ്ത്രീകളെക്കുറിച്ചാണ് കേട്ടോ. ഈ 40 കഴിഞ്ഞ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ഈ 40 കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രണയം ഉണ്ടാകുമോ എന്ന്. അതെല്ലാവരിലുള്ളൊരു സംശയമാണ്. കാരണം സ്ത്രീ എന്ന രീതിയിൽ എനിക്കും എന്നോടുണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ മിക്ക യൂട്യൂബിലായാലും ഈ ഇൻസ്റ്റാഗ്രാമായാലും ഞാൻ കണ്ടിട്ട് പല വീഡിയോകൾ ഈ 40 വയസ്സ് ആയ സ്ത്രീകളെ ആസ്പദമാക്കി ചില മനുഷ്യർ ചില വീഡിയോകളൊക്കെ ചെയ്തിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത് അത് കാണാറുണ്ട്. കാരണം ഈ 40 വയസ്സിൽ സ്ത്രീകളെ പ്രേമിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന് അവർ ഈ ചില സ്ത്രീകളുണ്ട്, ഈ 18, 20 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളുണ്ട്. ഈ 18, 20 ഇല്ലെങ്കിൽ 17 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന സ്ത്രീകളുടെ മക്കളാണ് ഇപ്പോൾ ഈ ഒരു ഏജിൽ വരുമ്പോൾ ഒരു 40 വയസ്സാകുമ്പോൾ അവരവരെ സ്വന്തം കാലിൽ നിന്നും ഈ മക്കളൊന്നെങ്കിൽ ദൂരെ എവിടെയെങ്കിലും പഠിക്കാൻ പോകും, ഇല്ലെങ്കിൽ ചില ആൾക്കാർ ജോലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പല ഇടത്തോട്ട് മക്കൾ ചെതറി ഇങ്ങനെ പോകും. ചിലർ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചിലപ്പോൾ ഈ സ്ത്രീക്ക് അപ്പോഴും ഈ 40 വയസ്സ് 41 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വന്ന് ചെയ്തത്. പക്ഷേ അത്രയും കാലത്തിൽ ഇവരൊരു 19 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ ഒരു 17 വയസ്സോ അല്ലെങ്കിൽ 22 വയസ്സോ ആ ടൈം മുതൽ ഇവരനുഭവിക്കുന്ന കുറച്ച് ടെൻഷനുണ്ട്. അതിൽ ആ ഒരു കല്യാണ സമയം മുതൽ കല്യാണം കഴിഞ്ഞു വന്നു, ഒരു 1 ഇയറിനുള്ളിൽ ഒരു കുട്ടിയായി അല്ലെങ്കിൽ 2 പിള്ളേരായി, അങ്ങനെ അവരുടെ ജീവിത കാര്യങ്ങളും നോക്കി കുട്ടികളെ പഠിപ്പിച്ച് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, പിന്നെ ഹസ്ബൻഡിൻ്റെ പേരൻസിനെയൊക്കെ നോക്കി അവരുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കി എല്ലാം നോക്കി ഇവർ ഒരു പരുവാകും ഈ സ്ത്രീകൾ. അവർ ഇതുപോലെ വെച്ചാൽ അവർക്ക് ഹോസ്പിറ്റൽ കേസാണെങ്കിൽ അങ്ങനെ പോകണം ഇങ്ങനെ വരണം, അങ്ങനെ പല പ്രശ്നങ്ങളിൽ കൂടി ഇവരുടെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും ഈ ഒരു 22 അല്ലെങ്കിൽ 17, 18 മുതൽ ഒരു 40 വയസ്സ് വരെ ഏജ് ആവുന്ന വരെ ആ സ്ത്രീകളുടെ ഓട്ടം. ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, അയാൾക്ക് ഓഫീസിലെ കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അയാളുടെ ഫുഡ്, വസ്ത്രം, അതിനൊക്കെ പേരൻസിൻ്റെ ഫുഡ്, വസ്ത്രം, അതിന് കുട്ടികളുടെ കാര്യങ്ങൾ, ഒന്നോ രണ്ടോ കുട്ടികളുണ്ടെങ്കിൽ പറയുകയും വേണ്ട, അവരുടെ ടെൻഷൻ എത്ര, അവരെ പഠിപ്പിക്കണം, അവരുടെ ട്യൂഷൻ ക്ലാസ്, ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ കാര്യങ്ങൾ നോക്കാനോ എടുക്കാനോ ഒരു സമയവും കിട്ടത്തില്ല. ഇതിൻ്റെ പിന്നാലെ ആയിരിക്കും ഈ സ്ത്രീകൾ ഇത്രയും ഓടുന്നത്. ഈ കുട്ടികളെ പഠിപ്പിക്കണം, ഇവരെ നാളെ നല്ല നിലയിൽ എത്തിക്കണം, ഇത് മാത്രമായിരിക്കും ആ ഏജിൽ ആ ഒരു ടൈമിൽ ആ സ്ത്രീകളുടെ ഒരു കുട്ടികളായിക്കഴിഞ്ഞാൽ അവരുടെ ചിന്തകൾ മൊത്തം. അപ്പോഴത്തേക്ക് 40 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികളൊരു പക്വത എത്തി, അവരൊന്നെങ്കിൽ വിദേശത്ത് പഠിക്കാനോ വിദേശത്ത് ജോലിക്കോ അങ്ങനെയൊക്കെ ഓരോ കുട്ടികൾ പോയി അവരവരുടെ ജീവിതം സെറ്റാവുന്ന രീതിയിൽ വരുമ്പോഴായിരിക്കും ഈ അമ്മയ്ക്കൊരു 40, 41 വയസ്സൊക്കെ ആവുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരെ സെൽഫായിട്ട് ഇവരെ ശ്രദ്ധിക്കാൻ തുടങ്ങും. കാരണം ആ സമയത്ത് വൈഫിനൊരു 40 വയസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് ആ ഹസ്ബൻഡ് അവരത്രയും സ്നേഹിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും അവരുടെ ലൈഫ് പരസ്പരം. നമ്മൾ സിനിമയിലോ ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഈ നാടകം കളിക്കുന്ന ചില ഫാമിലി ഉണ്ട്, അതുപോലെയൊന്നുമല്ല പരസ്പരം സ്നേഹിച്ച് തുടങ്ങുവാണെങ്കിൽ ആ ഒരു ഏജിൽ. കാരണം അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുങ്ങി ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിതം തുടങ്ങുന്ന ഒരു ഏജ് ആയിരിക്കും ഈ 40 എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു സിംഗിൾ പേരൻ്റ് ആണെങ്കിലും എല്ലാവരും അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ഇതിൽ ചെന്ന് നിൽക്കുന്ന ഏജ് ആയിരിക്കും ഈ 40 എന്ന് പറയുന്നത്. അപ്പം മുതൽ അവർക്ക് അവരെ തന്നെ സ്നേഹിക്കാൻ ടൈം കിട്ടും. അവരൊന്നും കൂടെ ഒരു 18 വയസ്സിലായിട്ട് ബാക്കിലോട്ട് പോയ മാതിരി ഒരു ഫീല് ആ സ്ത്രീകൾക്കുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞാൽ അത് കള്ളത്തരമായിപ്പോവും. കാരണം നമ്മൾ നിൽക്കുന്ന ഒരു 18 വയസ്സിലോട്ടാണെന്ന് ചിന്തിക്കും, നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പോഴായിരിക്കും നമ്മുടെ ഏജ് എന്ന് പറയുന്നൊരു കാര്യം നമ്മുടെ ഫേസിനെ ആയാലും നമ്മുടെ ബോഡി ആയാലും എല്ലാം ബാധിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും, ഹെയറിനുള്ള ട്രീറ്റ്മെൻറ്റും സ്കിന്നിനുള്ളതും പിന്നെ അതും ഇതും എല്ലാം അങ്ങ് എടുക്കുമ്പോൾ അതൊക്കെ എടുക്കുക കഴിയുമ്പോൾ ഇവരൊന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയെന്ന് ഇവർക്ക് ഫീലാവും. പിന്നെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ നല്ല രീതിയിൽ ഒരു പക്ക നീറ്റാക്കും. അങ്ങനെ കാണുമ്പം വേറുള്ളവർക്ക് ഇവർ ഭയങ്കര ബ്യൂട്ടി ആയിട്ട് തോന്നും. പണ്ടതിനെക്കാട്ടും ഭയങ്കര സൗന്ദര്യമുള്ള മാതിരി ഫീലാകുമ്പോഴാണ് ഈ ഒരു തോട്ട് എല്ലാ മനുഷ്യരിലും വരുന്ന 40 വയസ്സായ സ്ത്രീകളെ പ്രണയിക്കാനും ഇവരെ കാണാനും ഭയങ്കര ഭംഗിയാണെന്ന്. ശരിക്കും വേറെ ഒന്നുമല്ല, അവർക്ക് ആ ടൈമിലാണ് ശരിക്കും ടൈം കിട്ടുന്നത് അവരെ തന്നെ ശ്രദ്ധിക്കാനും. അതാണ് ഇതിലെ മുഖ്യ ഘടകം. പിന്നെ പ്രണയിക്കും,
പ്രണയം നമുക്ക് ഏത് ഏജിലും പ്രണയിക്കാം, പക്ഷെ അതിന് സമയം കണ്ടെത്തണമെന്ന് മാത്രം. ചില മനുഷ്യർക്ക് ഈ 40 വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പ്രണയം തോന്നുന്നു. അതുവരെ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ ചില്ലറയൊന്നുമല്ല. പിന്നെ ഈ അതിനൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മിക്ക ഫ്രണ്ട്സും അത് ചോദിക്കുന്നത്, നിങ്ങളുടെ ഏജ് എത്ര, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്, എന്തിനാണ് ഈ വയസ്സ് ചോദിക്കുന്നത്? ചില ആൾക്കാരോട് നമുക്ക് വയസ്സ് പറയാൻ തന്നെ ഒരു പേടിയാണ്. കാരണം 40 എന്ന് പറഞ്ഞു പോയാൽ ഇപ്പം അതിൻ്റെ ആ രീതിയിലൊരു പബ്ലിസിറ്റി വേറെ ലെവലാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രണയം പൂവൊഴിയും. പ്രണയിക്കാം, പ്രണയിക്കുന്നതിന് ഒരിക്കലും ഞാനെതിരല്ല. നമുക്ക് എത്ര വയസ്സിലും പ്രണയിക്കാം. 40 വയസ്സിലോ 50 വയസ്സിലോ 60 വയസ്സിലോ 18 വയസ്സിലോ 22 വയസ്സിലോ നമുക്ക് ഏതൊക്കെ ഒരു 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് പ്രണയിച്ച് തുടങ്ങാം. അതിൽ ഒരു തെറ്റ് പറയുമ്പോൾ പ്രണയിക്കരുത്, പല പ്രശ്നങ്ങളുണ്ടാവും. 18 വയസ്സ് കഴിഞ്ഞ് നമുക്ക് പ്രണയിച്ച് നമുക്ക് തുടങ്ങാം. അത് യാതൊരു തെറ്റും ഒരാണിലും പെണ്ണിനും ഇല്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് പ്രണയിച്ചോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് തിരിച്ചെങ്ങനെയാണോ അതുപോലെ ഇരിക്കും പ്രണയം. തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റായി കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ തെറ്റാണ്, ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയായി കാണുന്ന ആൾക്കാരുടെ കണ്ണിൽ ശരിയാണ്. ഞാനിത് രണ്ടഭിപ്രായം പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം പ്രണയിച്ചോ, അതിന് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷെ അത് കല്യാണം കഴിച്ചവരെ പ്രണയിക്കാവോ കല്യാണം കഴിക്കാത്തവരെ പ്രണയിക്കാവോ എന്ന് ഈ രണ്ട് വാസ്തവം പറയാൻ ഞാൻ ഒരിക്കലും ആളല്ല. കാരണം കല്യാണം കഴിച്ചവരെ പ്രണയിച്ചാലെന്താ, കല്യാണം കഴിക്കാത്തവരെ പ്രണയിച്ചാലെന്താ? പ്രണയം എന്ന് പറയുന്നത് അതൊരു പവിത്രമായ കാര്യമാണ്. നമുക്ക് ആരോടും ഏതൊരു നിമിഷവും തോന്നാവുന്ന ഒരു കാര്യമാണ് പ്രണയം. ഏതൊരു വ്യക്തിയോടും ആയാലും. ചില സമയത്ത് നമ്മൾ റോഡുകൾ നടന്നു പോകുമ്പോൾ നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കണ്ടാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ അനിയനോട് പറയുന്നത്, നല്ലൊരു പെൺകുട്ടിയില്ലേ മോനുസേ എന്ന് പറയും. കാരണം നമ്മൾ അവരുടെ കാണുന്ന ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണിൽ തോന്നുന്നൊരു അട്രാക്ഷനാണത്. മോൻസ് കുഴപ്പമില്ല എന്ന് മനസ്സ്. പക്ഷേ മോൻസ് കണ്ണാടി കൂടെ നോക്കിയിട്ടുണ്ടായിരിക്കും, അതെനിക്കറിയില്ല. മനസ്സിലായോ? കാരണം എവിടെ പോലെ തന്നെ മോൻസ് കാരണത്തിൽ നിന്ന് അവൻ്റെ ഗ്ലാസ് എടുത്ത് കണ്ണിലങ്ങ് വെക്കും. കാരണം അവൻ നോക്കുന്നത് ഞാൻ കാണാതിരിക്കാനാണ് അവൻ ചെയ്യുന്നത്. അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. വെച്ചോട്ട് പാവം, നോക്കുന്നെങ്കിൽ നോക്കിക്കോട്ടെ. അമ്മേനെ വെച്ചോണ്ട് പുറത്തോട്ട് വായി നോക്കുന്നത് അത്ര ശരിയാവത്തില്ലെന്ന് വെച്ചാണ് അവരത് ചെയ്യുന്നത്. ഞാനിടയ്ക്ക് വല്ല പെൺപിള്ളേരും കാർ ഓടിച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുമ്പോൾ ഞാൻ നോക്കാറുണ്ട്. നോക്കുന്നുണ്ടോ? കണ്ട് നേരെ തന്നെ ഇരിക്കുന്നത്. എൻ്റെ മോനൂസിനെ എനിക്ക് അറിഞ്ഞൂടെ? സീരിയസ്ലി പറയാം, എനിക്കിഷ്ടമാണ് അവൻ്റെ ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ കേട്ടോ, സത്യം. ഇപ്പോൾ സീരിയസ്ലി പറയാം, എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതെനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ അന്ന് എൻ്റെ മോനൂസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞ്, എൻ്റെ മോനൂസിന് ഞാനൊരു പെണ്ണ് ആലോചിച്ച് വെച്ചിരിക്കുകയാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ല കേട്ടോ. കാരണം അവൻ പോലും മനസ്സമാജം അറിയാത്ത, എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഞങ്ങൾ നോക്കി വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, അവനെ മനസ്സിലാക്കുന്നൊരു പെൺകുട്ടി ആയിരിക്കണം, അവനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി ആയിരിക്കണം. അത് വന്നാൽ ഞങ്ങൾ ഓക്കെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല, സ്വത്തും മുതലും ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളൊക്കെ ഭക്ഷണവും കൊടുക്കും, കിടക്കാനുള്ള സ്ഥലവും കൊടുക്കും, ഞങ്ങളുള്ള പൊന്നു പോലെ ഞങ്ങൾ നോക്കും, അത്രയേ ഉള്ളൂ. അല്ല ഞങ്ങൾക്ക് അവരുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഇത് ഞാൻ പറഞ്ഞോട്ട് വേറെ വിചാരിക്കുക, നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ ഈ 40 വയസ്സ് കഴിഞ്ഞാൽ പ്രണയിക്കണോ വേണ്ടയോ? പ്രണയിക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിലൊരു തെറ്റുമില്ല എന്ന് തന്നെ പറയും. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും പ്രണയിക്കാൻ അങ്ങ് തയ്യാറാക്കിക്കും. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പ്രണയിക്കണം കേട്ടോ, സീരിയസ്ലി പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഇങ്ങനെ മുരടിച്ച് ഒരിതായി പോവും. കാരണം ഈ പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാമല്ലേ, നമ്മൾ പൈസ കൊടുത്ത് കൂടുതൽ ഈ സൗന്ദര്യവർദ്ധക സാധനങ്ങളൊന്നും മേടിക്കരുത്. കാരണം ഒന്ന് പ്രണയിച്ചാൽ മതി, നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നും. സീരിയസ്ലി പ്രണയത്തിന് അത്ര വലിയ പവറാണ്. കാരണം ഇനി നമ്മൾ ഈ വലിയ വലിയ ക്രീമുകളും ഇല്ലെങ്കിൽ വലിയ വലിയ ഇതൊന്നും മേടിച്ച് മുഖത്ത് പറ്റണമെന്നില്ല. നമ്മളൊന്ന് പ്രണയിച്ചാൽ മതി, നമുക്ക് അത്രയും സൗന്ദര്യം നമ്മുടെ ഫേസിൽ വരും. എന്ന് വെച്ചാൽ നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് ആരോടും പ്രണയമില്ല, ഇന്ന് വരെ ഈ നിമിഷം വരെ ഇല്ല. പ്രണയിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വന്നു എന്ന് തന്നെ പറയും. ഇഷ്ടംപോലെ ആൾക്കാർ പ്രണയിക്കാൻ വന്നിട്ടുണ്ട്, പക്ഷേ ഒന്നിനും ഞാൻ ഓക്കെ പറഞ്ഞിട്ടില്ല. കാരണം എനിക്കങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പ്രണയിക്കാൻ, ഞാൻ എൻ്റെ ലൈഫിൽ ഒരാളെ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ. അതിനി ആ ഒരു പ്രണയം അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, ഇനി വരില്ല. ആരും നമുക്കങ്ങനെ പ്രണയിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഉള്ള കാര്യം ഉള്ളതുപോലെ ഞാൻ പറയാം, ആരുടേതായാലും അതിൽ ഒരു തെറ്റും വിചാരിക്കരുത് കേട്ടോ, സീരിയസ്ലി പറയാം. കാരണം നമുക്ക് ഞാൻ എൻ്റെ കാര്യം നിങ്ങളോട് പറയുന്നത്, അതിൽ എൻ്റെ തെറ്റായിട്ടൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ പ്രണയിക്കണം, തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാം, പ്രണയിക്കണം.
അതിൽ ഒരു തെറ്റും കാണുന്നില്ല. പ്രത്യേകിച്ച് സിംഗിൾ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും പ്രണയിക്കണം. ഞാൻ എൻ്റെ മോശം ചോദിക്കാറുണ്ട്, നിനക്കതിൽ പ്രണയമുണ്ടോ? ഉണ്ടെ പറയും. എവിടുന്ന്? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി പറയാം. കാരണം ചില മനുഷ്യർക്കില്ല. ആ സ്ഥലത്ത് എൻ്റെ മോള് പ്രണയം, സീരിയസ്ലി ഇപ്പോൾ ഇരിക്കുന്ന പാർട്ണർ ഉൾപ്പെടെ പ്രണയം, 2 പ്രണയവും ഒക്കെ ആയിട്ട് ആ ലൈഫിലുണ്ടായിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴത്തെ പാർട്ണറിൽ അവർ ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ദൈവം അന്നും അങ്ങനെ തന്നെ ഇരുത്തിക്കോട്ട്, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇതൊക്കെയാണ് പ്രണയം. ഏത് ഏജിലും ഏത് പ്രായത്തിലും നമുക്ക് പ്രണയിച്ചുകൊണ്ട് പോകാം. യാതൊരു പക്ഷേ 18 വയസ്സ് കഴിഞ്ഞ് വേണം പ്രണയിക്കാൻ. അതിനിപ്പോൾ പ്രണയിച്ചാൽ അത് വലിയ ഒരു പ്രശ്നങ്ങൾ ചെന്ന് പെടും, തെറ്റിലേക്ക് ചെന്ന് പോകും. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിൽക്കരുത്. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും പ്രണയിക്കാം, അതൊരു തെറ്റല്ല. 40 വയസ്സ് കഴിഞ്ഞ് സ്ത്രീക്കും പ്രണയിക്കാം, 50 വയസ്സ് കഴിഞ്ഞ് സ്ത്രീക്കും പ്രണയിക്കാം. 40 വയസ്സ് കഴിഞ്ഞ് പുരുഷനും പ്രണയിക്കാം, 60 വയസ്സുള്ള പുരുഷനും പ്രണയിക്കാം. അതൊന്നും ഒരു തെറ്റല്ല. അപ്പോൾ ഇന്ന് പ്രണയം എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ച് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇരിക്കുള്ള പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും വിശദമായിട്ട് പറയാൻ പറ്റില്ല, അറിയില്ല, ഒന്നാമത്തെ കാര്യം സത്യം പറയാനാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.